പ്രമാദമായ കുമ്പളങ്ങാട് CT ബിജു വധക്കേസിൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് CT ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ 8 പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് KM രതീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. 2010 മെയ് മാസം 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഡിവൈഎഫ്ഐ യൂണിറ്റ് സമ്മേളനത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് മറ്റ് പ്രവർത്തകരോട് സംസാരിച്ചു നിൽക്കുകയായിരുന്ന ബിജുവിന്റെയും ജിനീഷിന്റെയും അരികിലെത്തി BJP പ്രവർത്തകർ രാഷ്ട്രീയ വിരോധം വെച്ച് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് പരിക്കേറ്റ ബിജുവിനെയും ജിനീഷിനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിജു ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ പരിക്കിന്റെ കാഠിന്യത്താൽ മരണപ്പെട്ടു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേസിൽ ആകെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. വിചാരണയ്ക്കിടയിൽ 6ാം പ്രതി രവി എന്നയാൾ മരണപ്പെട്ടു. പ്രതികളായ കുമ്പളങ്ങാട് മൂരായിൽ വീട്ടിൽ 43 വയസ്സുള്ള ജയേഷ്, ഇരവുകുളങ്ങര 42 വയസ്സുള്ള സുമേഷ്, കുറ്റിക്കാടൻ വീട്ടിൽ 46 വയസ്സുള്ള സെബാസ്റ്റ്യൻ, തൈക്കാടൻ വീട്ടിൽ 51 വയസ്സുള്ള ജോൺസൺ, കിഴക്കേക്കോട്ടിൽ 46 വയസ്സുള്ള ബിജു, കരിമ്പനവളപ്പിൽ 34 വയസ്സുള്ള സുനീഷ്, കരിമ്പനവളപ്പിൽ 37 വയസ്സുള്ള സനീഷ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. പരിക്കേറ്റ ജിനീഷിനെ അടക്കം 24 സാക്ഷികളെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും വിസ്തരിച്ചിരുന്നു. 82 രേഖകളും വാളുകൾ ഉൾപ്പെടെ 23 തൊണ്ടിമുതലുകളും ഹാജരാക്കിയിരുന്നു. വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഇപ്പോഴത്തെ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ TS സിനോജാണ് കേസന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KD ബാബു, അഡ്വക്കേറ്റ് ശരത് ബാബു കോട്ടയ്ക്കൽ, അഡ്വക്കേറ്റ് രേഷ്മ PV എന്നിവർ ഹാജരായി. ന്യൂസ് ഡെസ്ക് VCV. പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പ്യാരി ജംഗ്ഷൻ, വടക്കാഞ്ചേരി. ഗിഫ്റ്റ്സ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, ഹാമ്പർ ബോക്സസ്, ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ, എഡ്യൂക്കേഷണൽ ഐറ്റംസ്, ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ്, ട്രോളി ബോക്സസ്, ഓഫീസ് സ്റ്റേഷനറി, ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു. പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പ്യാരി ജംഗ്ഷൻ, വടക്കാഞ്ചേരി.